ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ജൂലൈ മാസത്തിലെ ആദ്യത്തെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സാണ് നോക്കുന്നത്. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. നമുക്ക് PSCയിൽ കായികരംഗം പഠിക്കാനുണ്ട്. അതിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു ടേമാണ് ഡക്വർത്ത് ലൂയിസ്, മഴ നിയമം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഉപജ്ഞാതാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. T20 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി എസ്റ്റോണിയൻ താരം സഹിൽ ചൗഹാൻ 27 പന്തിലാണ് അദ്ദേഹം സെഞ്ചുറി തികച്ചത്. എസ്റ്റോണിയൻ താരമായ സഹിൽ ചൗഹാൻ 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്ററാണ്. അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ട്രെൻറ്റ് ബോൾട്ട് ഏത് താരമാണ്? ന്യൂസിലാൻഡ് പേസ് ബൗളറാണ്. അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാകുന്ന ആദ്യ ബൗളറായി. ഒരു ഓവർ എന്ന് പറഞ്ഞാൽ അതിൽ 6 ബോൾ ഉണ്ടാവും. അപ്പോൾ 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാത്തതുകൊണ്ടാണ് 4 ഓവറിൽ മെയ്ഡനാകുന്ന ആദ്യ ബൗളറായി. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാകുന്ന ആദ്യ ബൗളറായി. എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡക്വർത്ത് ലൂയി നിയമത്തിൻ്റെ സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്രാങ്ക് ഡക്വർത്ത് അന്തരിച്ചു. 2020 ലോകകപ്പിൽ 2 ഹാട്രിക് നേടുന്ന ആദ്യ ബൗളറാണ് ഓസ്ട്രേലിയയുടെ പാറ്റ് കമ്മിൻസ്. 2020 ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറിയുമായി സഹിൽ ചൗഹാൻ എസ്റ്റോണിയൻ താരമാണ്. 27 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. ഓസ്ട്രേലിയയുടെ ഓപ്പണിംഗ് ബാറ്റർ ഡേവിഡ് വാർണർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ന്യൂസിലാൻഡ് പേസ് ബൗളർ ട്രെൻറ്റ് ബോൾട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിൻ്റെ ലോക്കി ഫെർഗൂസന് പുതിയ ലോക റെക്കോർഡ്. 24 പന്തിൽ ഒരു റൺ പോലും വഴങ്ങാതെ 3 വിക്കറ്റ് നേടിയ ഫെർഗൂസൺ ലോകകപ്പിൽ 4 ഓവർ മെയ്ഡനാക്കുന്ന ആദ്യ ബൗളറായി. പിന്നെ KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. OV വിജയൻ പുരസ്കാരത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. സിറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. സിറിൽ റാമഫോസ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2018 റാമഫോസ ആദ്യം അധികാരത്തിലെത്തിയത്. KP രാമനുണ്ണിക്കും വി ഷിനിലാലിനും ജിൻഷ ഗംഗയ്ക്കും OV വിജയൻ പുരസ്കാരം. OV വിജയൻ പുരസ്കാരം നേടിയ 3 പേരാണ് KP രാമനുണ്ണി, വി ഷിനിലാല്, ജിൻഷ ഗംഗ എന്നിവർ. പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റാമഫോസ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖിന് കിരീടം. ദിവ്യ ദേശ്മുഖ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ 85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. ഫിൻലാൻഡിൽ നടന്ന പാവോ നൂർമി ഗെയിംസിലെ ജാവലിൻ ത്രോയിൽ
85.7 മീറ്റർ എറിഞ്ഞ് ഇന്ത്യയുടെ നീരജ് ചോപ്ര സ്വർണം നേടി. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമായി കോഴിക്കോട്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന രാജ്യത്തെ ആദ്യ നഗരമാണ് കോഴിക്കോട്. ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി ഇറ്റലിയിലെ പഗ്ലിയയിൽ ആരംഭിച്ചു. G7 ഉച്ചകോടി വേദിയാണ് ഇറ്റലിയിലെ പഗ്ലിയ. G7 ഉച്ചകോടി ഇറ്റലി പഗ്ലിയ. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് G7-ലെ അംഗങ്ങൾ. കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, അമേരിക്ക. നമുക്കറിയാവുന്നതല്ലേ, ജപ്പാനും ജർമ്മനിയും ഓൾറെഡി നല്ല ഹൈലി സെറ്റിലായിട്ടുള്ള രാജ്യങ്ങളാണ്. അതിൻ്റെ കൂടെ UK റിച്ചാണ്, അമേരിക്ക അതെ. പിന്നെ കാനഡ, ഫ്രാൻസ്, ഇറ്റലിയും 3 രാജ്യങ്ങളും കൂടിയുണ്ട്. ജപ്പാൻ, ജർമ്മനി, UK, അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് G7-ലെ അംഗങ്ങൾ. അതിൻ്റെ ഉച്ചകോടി നടന്ന വേദിയാണ് ഇറ്റലിയിലെ പഗ്ലിയ. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന മനുഷ്യാവകാശ സംഘടനയാണ് ഇംഗ്ലീഷ് പെൻ. ആ സംഘടന നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹാരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് പെൻ പിൻഡർ പുരസ്കാരം. അത് ലഭിച്ച ഇന്ത്യൻ വനിത ആരാണ്? അരുന്ധതി റോയ്. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമീനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ആരൊക്കെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? അയർലൻഡ്, നോർവേ, സ്പെയിൻ എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ അർമേനിയയും പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചു. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനം. നീറ്റ്, UG, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. നീറ്റ്, UGC, UG, നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ നടത്തിപ്പിൽ ദേശീയ പരീക്ഷാ ഏജൻസിയുടെ വീഴ്ചകൾ അന്വേഷിക്കാനുള്ള ഉന്നതതല സമിതിയെ മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ നയിക്കും. ഇപ്പോൾ അടുത്തുണ്ടായതല്ലേ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടൊക്കെ, അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള സമിതിയുടെ ചെയർമാനാണ് മുൻ ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023-ലെ ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1 ലക്ഷം രൂപ സമ്മാനത്തുക. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023-ലെ ഭാഷാ സമ്മേളനം കലാമണ്ഡലം കൽപ്പിത സർവകലാശാല മുൻ VCയും സംസ്കൃത പണ്ഡിതനുമായ ഡോക്ടർ KG പൗലോസിന് 1 ലക്ഷം രൂപ സമ്മാനത്തുക. 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി ഭർതൃഹരി മേഹ്താബ് നിയമിതയായി. 18ാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി ഭർതൃഹരി മേഹ്താബ് നിയമിതനായി. ഓം ബിർള ലോക്സഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ബൽറാം ധാക്കറെയ്ക്ക് ശേഷം തുടർച്ചയായി 2ാം വട്ടവും സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഓം ബിർള. ഡെപ്യൂട്ടി സ്പീക്കർ പ്രോടേം സ്പീക്കർ ഭർതൃഹരി മേഹ്താബ്. പ്രോടേം സ്പീക്കർ ഭർതൃഹരി മേഹ്താബ്. സ്പീക്കർ ഓം ബിർള. 2ാം വട്ടം സ്പീക്കറാകുന്ന 2ാമത്തെ വ്യക്തിയാണ് ബൽറാം ധാക്കറെയ്ക്ക് ശേഷം. രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായി. പിന്നെ മാനന്തവാടി MLA ആയ OR കേളുവിനാണ് പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ആ വകുപ്പ് അദ്ദേഹത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ ജയിച്ച K. രാധാകൃഷ്ണൻ്റെ ഒഴിവിലാണ് അദ്ദേഹം മന്ത്രിയാകുന്നത്. പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച മുൻ കേരള മന്ത്രിയാണ് K. രാധാകൃഷ്ണൻ. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായി പ്രേമ ഖണ്ഡു അധികാരമേറ്റു. തമ്പിൻ്റെ കഥാകാരൻ ശ്രീധരൻ ചമ്പാട് അന്തരിച്ചു.
കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു. കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡ് അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡ് അന്തരിച്ചു. ഒന്ന് റിവൈസ് ചെയ്യാം. അരുന്ധതി റോയ്ക്ക് പെൻ പിൻഡർ പുരസ്കാരം, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഇംഗ്ലീഷ് പെൻ എന്ന മനുഷ്യാവകാശ സംഘടന, നോബൽ ജേതാവായ എഴുത്തുകാരൻ ഹരോൾഡ് വിൻ്ററുടെ പേരിൽ നൽകുന്നതാണ് ഈ പുരസ്കാരം. പിന്നെ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളാണ് അയർലൻഡ്, നോർവേ, സ്പെയിൻ, അതിനു പുറമെ അർമേനിയ. പിന്നെ ആണവായുധ ശേഖരങ്ങളുടെ പട്ടികയിൽ 6ാം സ്ഥാനം ഇന്ത്യക്ക്. നീറ്റ്, UGC, നെറ്റ് തുടങ്ങിയ പരീക്ഷകളിലെ ക്രമക്കേട് അന്വേഷിക്കാൻ മുൻ ISRO ചെയർമാനായിട്ടുള്ള K. രാധാകൃഷ്ണനാണ് നേതൃത്വം നൽകുന്നത്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരിക്കുന്നത് ഡോക്ടർ KG പൗലോസിനാണ്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക KG പൗലോസിന്. പിന്നെ 18ാം ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കർ ഭർതൃഹരി മേഹ്താബ്, സ്പീക്കർ ഓം ബിർല. മുൻപ് ഓം ബിർലയുടെ പോലെ 2 തവണ സ്പീക്കറായ വ്യക്തിയാണ് ബൽറാം ധാക്കറെ. പിന്നെ രാഹുൽ ഗാന്ധി 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ്. നിലവിലുള്ള ലോക്സഭ എത്രാമത്തെയാണ്? 18ാമത്തെ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പിന്നെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയാണ് OR കേളു. K. രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് ജയിച്ചു. ആ വേക്കൻസിയിലാണ് അദ്ദേഹം നിയമിതനാകുന്നത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു. പിന്നെ തമ്പിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ശ്രീധരൻ ചമ്പാട്. തമ്പ് ചമ്പാട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കൂ. പിന്നെ കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ. കൊൽക്കത്തയുടെ ചരിത്രകാരൻ ഒരു മലയാളിയാണ്, പി തങ്കപ്പൻ നായരാണ്. കൊൽക്കത്തയുടെ ചരിത്രകാരൻ പി തങ്കപ്പൻ നായർ. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡ് അന്തരിച്ചു. വിഖ്യാത കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡ് അന്തരിച്ചു. പിന്നെ വീഡിയോ എനിക്കങ്ങനെ എഡിറ്റ് ചെയ്ത് പരിചയമില്ല, ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തണം. എല്ലാവർക്കും താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.